ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് വീട്ടിലെ ടി വിയിലല്ലാതെ പുറത്തു പോയിട്ട് കാണുന്നത്. അതും ഫൈനൽ അർജന്റീന വേഴ്സസ് സ്പെയിൻ. പണ്ടൊക്കെ വീട്ടിലെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പുറത്തു പോയി കളി കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ആസ് എ ഗേൾ അറിയാലോ, എനിക്കതിനൊന്നും പറ്റിയിട്ടില്ല. നട്ടപ്പാതിരക്ക് പുറത്ത് കളി കാണാൻ വിടാനും മാത്രം ഫ്രീഡം തരുന്ന ഒരു മോഡേൺ ഫാമിലി ആയിരുന്നില്ല എൻ്റെത്. അതുകൊണ്ട് എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീടാണ് എനിക്കതിലെ ചതി മനസ്സിലായത്. ആസ് എൻ അർജന്റീന ഫാൻ ഇതുപോലൊരു കൂട്ടത്തിലിരുന്ന് കളി കാണാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെ വന്നിരുന്നതിൽ സ്പെയിനിൻ്റെ ഫാൻസിനേക്കാളും അർജന്റീനയുടെ ഹേറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. കൂട്ടത്തിൽ കളിയും കൂടി മോശമായപ്പോൾ പിന്നെ പറയണ്ട. ഈ വേൾഡ് കപ്പിൽ ജയിച്ചാലും തോറ്റാലും ആൻസറബിൾ ആവേണ്ടി വരുന്ന വേറൊരു ടീം ഉണ്ടാവില്ല. ഇതിന് മാത്രം ഹേറ്റേഴ്സ് ഉണ്ടാവാൻ വേണ്ടി മെസ്സി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം. പക്ഷെ ഇതിൽ ഐറണി അതല്ല, ക്വാർട്ടറിൽ പോലും എത്താത്ത ടീംസാണ് ഫൈനലിൽ തോറ്റ ഞങ്ങളെ കളിയാക്കുന്നത്. ഞാൻ കളി കാണാൻ തുടങ്ങിയതിന് ശേഷം അർജന്റീനയുടെ 3 ഫൈനൽ മാച്ച് കണ്ടിട്ടുണ്ട്. ഒരെണ്ണം കപ്പടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പിൽ ഫൈനൽ വരെ ഒറ്റ ജേഴ്സി ഇടേണ്ട വന്നിട്ടുള്ളൂ. ജേഴ്സി മാറി മാറി ഇടേണ്ട അവസ്ഥ വന്നിട്ടില്ല. തോൽവി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കളി മോശമായതുകൊണ്ട് തന്നെയാണ് അർജന്റീന തോറ്റത്. പിന്നെ സ്പെയിൻ അത് വെൽ ഡിസേർവിംഗും ആണ്. പക്ഷെ ഇങ്ങേരുടെ പെർഫോമൻസ് അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ കളി കഴിഞ്ഞപ്പോൾ സ്പെയിനിൻ്റെ ഒറിജിനൽ ഫാൻസ് പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ സെമിയിൽ പോലും എത്താത്ത ടീം ഞങ്ങളുടെ തോൽവിയും സെലിബ്രേറ്റ് ചെയ്തു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ആർഗ്യൂ ചെയ്യുന്നതും ഒന്നിച്ചിരുന്ന് കളി കാണുന്നതും. നെക്സ്റ്റ് വേൾഡ് കപ്പിൽ ഞാനതൊക്കെ മിസ് ചെയ്യും. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ SFI ആണ് ഇത് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അവർക്കൂടെ ഒരു നന്ദി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.